സ്വാതിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു നോക്കിയതാ. ഇങ്ങനെ വരുമെന്ന് കുറച്ചു നാളായി എനിക്ക് തോന്നി തുടങ്ങിയിട്ട്. പെട്ടെന്ന് പുറത്തെ ഡോറിനടുത്തായി ഒരു ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് താഴെ വീണ് കിടക്കുന്ന കാർത്തുവിനെയാണ്. അവൾ എല്ലാം കേട്ടുവെന്ന് അപ്പോൾ തന്നെ അവർക്ക് വ്യക്തമായി. സുനിയാണ് ആദ്യം കാർത്തുവിനരികിലേക്ക് ഓടിയത്. ഉണ്ണിയേട്ടാ, മോള് കണ്ണു തുറക്കുന്നില്ലല്ലോ, പേടിയോടെ അവർ ചോദിച്ചു. താനിങ്ങനെ പേടിക്കാതെ, അത് കാര്യങ്ങൾ കേട്ടതിൻ്റെ ഒരു ഷോക്ക് കൊണ്ടായിരിക്കും. അപ്പോഴേക്കും ഉണ്ണി അവളെ സെറ്റിയിൽ കയറ്റി കിടത്തിയിരുന്നു. സ്വാതിമോളെ, കുറച്ച് വെള്ളമെടുത്തിട്ട് വാ. കുറച്ചു നേരം കഴിഞ്ഞ് കാർത്തിക പതുക്കെ കണ്ണു തുറന്നു. ഉണ്ണി അവളെ കൊണ്ട് കുറച്ച് വെള്ളം കുടിപ്പിച്ചിരുന്നു. കണ്ണു തുറന്ന് കുറേ നേരം കഴിഞ്ഞിട്ടും അവൾ ആരോടും ഒന്നും സംസാരിച്ചിരുന്നില്ല. എന്തിന്? കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ പോലും വന്നില്ല. ഒരുതരം നിർവികാരതയോടെ താഴേക്ക് നോക്കിക്കൊണ്ട് തന്നെ കാർത്തിയിരുന്നു. അവളുടെ ആ ഭാവം എല്ലാവരെയും ഭയപ്പെടുത്തി. ഒരു പോളെ കണ്ണടയ്ക്കാതെ ഉണ്ണിയും സുനിയും കാർത്തുവിന് കാവലിരുന്നു ആ ദിവസം മുഴുവനും. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലും ആരോടും വലിയ മിണ്ടാട്ടമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം സാധാരണ പോലെ തന്നെ ഓഫീസിലൊക്കെ പോയി വന്നതല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അവളായി എന്തെങ്കിലും സംസാരിക്കാതെ അവളോടൊന്നും ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ട എന്ന് ഉണ്ണി കർശനമായി തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സുരേഷ് തിരിച്ചെത്തി കാർത്തുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. സാധാരണ പോകുന്ന പോലെ അവരോട് യാത്ര പറഞ്ഞിട്ട് കാർത്തു അച്ഛനൊപ്പം പോയി. പതിവില്ലാതെ രാത്രി സമയത്ത് ഫോൺ ബെല്ലടിച്ചപ്പോൾ ഉണ്ണിയും സുനിയും ഒരു ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. സുരേഷിൻ്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ ഉണ്ണിയുടെ മനസ്സിൽ അപായ സൂചന മുഴങ്ങിയിരുന്നു. ഹലോ, എന്താ സുരേഷ്? ഞാൻ ഇപ്പോൾ വരാം. എന്താ ഉണ്ണിയേട്ടാ, എന്തു പറ്റി? ഉണ്ണിയുടെ മുഖത്തെ ഭയവും വെപ്രാളവും കണ്ട് സുനിക്കും ആകെ പേടിയായി. കാർത്തുമോള് ഒരു അബദ്ധം കാണിച്ചടോ. ഹോസ്പിറ്റലാണ്, ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനും വരാം. മോള് ഒറ്റയ്ക്കല്ലേ, താൻ ഇവിടെ നിന്നു. സാരല്ല, നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാം. പോകുന്ന വഴിക്ക് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് മുടിയൊന്ന് ഒതുക്കി കെട്ടി ഡ്രസ്സൊന്ന് കൊട്ടി നേരെയാക്കുന്നതിനിടയിൽ സുനിത പറഞ്ഞു. വൈകാതെ തന്നെ അവർ ആശുപത്രിയിലെത്തി. തകർന്ന അവസ്ഥയിലിരിക്കുകയായിരുന്നു സുരേഷ് അവിടെ. ഉണ്ണിയെയും സുനിതയെയും കണ്ടപ്പോൾ അയാൾ അവർക്കടുത്തേക്ക് ചെന്ന് നിന്നു. ഞാനൊരു തോൽവിയായി പോയി അല്ലേ ഉണ്ണി? എന്താ ചേട്ടാ ഇത്? 2 ദിവസം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ നിങ്ങൾ അവളെ നോക്കി. ഒരൊറ്റ രാത്രി പോലും അവളെ സുരക്ഷിതമായി നോക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അങ്ങനെയൊന്നും പറയലേ ചേട്ടാ. ആകെ തകർന്നൊരവസ്ഥയിലായിരുന്നില്ലേ മോള്? നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വിടുമായിരുന്നു. അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം സുനിത പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ ICUവിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഷീ ഈസ് ഓക്കെ നൗ. കുറച്ചു നേരം കഴിഞ്ഞാൽ കയറി കാണാം. എനിക്കൊരൽപ്പം സംസാരിക്കാനുണ്ട്. ആരെങ്കിലും എൻ്റെ റൂമിലേക്ക് വന്നാൽ കൊള്ളാമായിരുന്നു. സുരേഷ് ഉണ്ണിയെ നോക്കി അയാൾ പൊയ്ക്കോളാം എന്ന രീതിയിൽ കാണിച്ചു. ഡോക്ടർക്കൊപ്പം നടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വരുന്ന ഉണ്ണിയെ ചോദ്യഭാവത്തിൽ സുനിതയും സുരേഷും നോക്കി. ഡോക്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറയുന്നത് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ്. നമുക്ക് വിരോധമില്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ആരെങ്കിലും വന്ന് സംസാരിച്ചോളുമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും നല്ലതെന്നാണ്. നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് പറ്റും. സുരേഷ് ഒന്ന് തലയാട്ടി. മോളെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റൂമിലേക്ക് ഇരിക്കാം. ഇതിനു മുൻപിൽ അധികം നേരം നിൽക്കാൻ അവർ സമ്മതിക്കില്ല ചേട്ടാ. എന്താ? ഏട്ടന് വേണ്ടി അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ ഏട്ടൻ്റെ മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങിയോ? നേരം വെളുക്കാനായപ്പോഴാണ് കാർത്തുവിൻ്റെ കാര്യം അമ്മയെയും ആമിയെയും വിളിച്ചറിയിച്ചത്. അവരപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. പിന്നെയും നേരം കുറെ കഴിഞ്ഞാണ് രാമചന്ദ്രനും അമ്പിയും നീയും കാര്യം അറിഞ്ഞത്. കാര്യം അറിഞ്ഞതിന് ശേഷം അമ്പി കുറേ നേരം ആലോചനയോടെ ഇരുന്നു. അത് കണ്ട് ആകെ ദേഷ്യം വന്നപ്പോഴാണ് നീ അങ്ങനെ ചോദിച്ചത്. ചേ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഞാൻ അതൊന്നുമല്ല ആലോചിച്ചത്. ഇതിപ്പോൾ വല്ല പോലീസ് കേസും ആവുമോ എന്നാ എൻ്റെ പേടി. അമ്മയും അമ്മാവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് പേടിക്കാനുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആ സ്വാധീനം പറഞ്ഞതിൻ്റെ അച്ഛനുമില്ലേ, അവരൊക്കെ അത്യാവശ്യം പിടിപാടുള്ളവരാ. അവർ വല്ല കേസുമാക്കിയാൽ നമ്മൾ പെടില്ലേ? രാമചന്ദ്രനും അതുതന്നെയാണ് ആലോചിച്ചുകൊണ്ട് നിന്നത്. ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. ഇങ്ങനെയൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു. കേസൊന്നും ആയിട്ടില്ല.
അവിടെയുള്ള ഡോക്ടർ അവൾക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ പറഞ്ഞത്. മിക്കവാറും ഇത് കഴിയുമ്പോൾ അവളുടെ അച്ഛനിങ്ങ് വരും ഏട്ടൻ്റെ കാല് പിടിക്കാൻ. അന്നേരം മനസ്സൊന്നും മാറ്റരുത് ഏട്ടാ. ഇപ്പോഴാ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിക്കൊക്കെ വന്നു തുടങ്ങിയത്. അതിനിടയ്ക്ക് ഇങ്ങനെയൊരു കുരിശ് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അയാൾ ഇവിടെ വരാനൊന്നും പോകുന്നില്ല. എന്നെ അയാൾക്ക് നല്ല പേടിയാണല്ലോ. ഇല്ല അച്ഛാ, ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ചിലപ്പോൾ മകളെ ഓർത്ത് അയാൾ ഇവിടെ വരും. സാരമില്ല, അത് നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. കെട്ടിയിട്ടിട്ടൊന്നും കെട്ടിക്കാൻ പറ്റില്ലല്ലോ എന്നെ. അതൊക്കെ വിട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ദേവി എന്താ ആ വന്ന ആലോചനയെക്കുറിച്ച് പറഞ്ഞത്? ഇപ്പോൾ തൽക്കാലം പ്രശ്നമൊന്നുമില്ല. അവളുടെ അച്ഛൻ ചെന്നൈക്ക് പോയിരിക്കുകയാണ്. വന്നു കഴിഞ്ഞിട്ടേ അതിനെക്കുറിച്ച് സംസാരമുണ്ടാകൂ. അതിനു മുൻപായി നമുക്ക് അയാളെ വിളിച്ച് സംസാരിക്കണം അച്ഛാ. അത് വേണ്ട, കല്യാണകാര്യമൊന്നും വിളിച്ച് നമുക്ക് സംസാരിക്കേണ്ട. അമ്പി പറയുന്നതിനെ എതിർത്തുകൊണ്ട് നീയെ സംസാരിച്ചു. നീയല്ലേ മോളെ പറഞ്ഞത് ഇന്നലെ ഇന്ന് തന്നെ ദേവിയുടെ അച്ഛനെ വിളിക്കണമെന്ന്? ദേവിയുടെ അച്ഛനെ വിളിക്കണം. പക്ഷേ വിവാഹകാര്യമല്ല സംസാരിക്കേണ്ടത്. എൻ്റെ മനസ്സിൽ വേറെ കുറച്ച് പ്ലാനുകളുണ്ട്. എന്തോന്ന് വെച്ചാൽ മോള് പറഞ്ഞു. അച്ഛൻ അതുപോലെ ചെയ്തോളാം. നിയയുടെ നെറുകിലായി തലോടിക്കൊണ്ട് ചന്ദ്രൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങളെല്ലാം കാർത്തികയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. അച്ഛന് മോള് മാത്രമേ ഉള്ളൂ. നിനക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് നിന്നെ സ്നേഹിക്കാൻ. മോളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടി ഒരിക്കലും മോള് അങ്ങനെയൊന്നും ചെയ്യരുതിനി. ഡോക്ടർ പറഞ്ഞതിനെല്ലാം കാർത്തു ചെറിയൊരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. ഞാൻ വേണമെങ്കിൽ രാമചന്ദ്രനെ കണ്ടൊന്ന് സംസാരിക്കാം. പ്രയോജനമൊന്നും ഉണ്ടാവില്ല. എന്നാലും എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കാർത്തുവിനോട് ഒന്നുകൂടി സംസാരിക്കുവാനായി ഡോക്ടർ വന്നപ്പോൾ ഉണ്ണിയും സുരേഷും മുറിയിൽ നിന്ന് പുറത്തേക്ക് മാറിയിരുന്നു. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴാണ് സുരേഷ് ഉണ്ണിയോട് അങ്ങനെ ചോദിച്ചത്. അത് വേണോ ചേട്ടാ? നടക്കില്ലെന്നറിഞ്ഞിട്ടും പിന്നെയും നമ്മൾ നാണം കെട്ട് പോണോ? അത് വേണ്ട അച്ഛാ. ഉറച്ച ശബ്ദത്തോടു കൂടി തന്നെയായിരുന്നു കാർത്തു പറഞ്ഞത്. അത് വേണ്ട. അച്ഛൻ ആരെയും കാണാൻ പോകണ്ട. പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു മണ്ടത്തരം കാണിച്ചത്. പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ ചുറ്റുമുള്ളപ്പോൾ ഞാനെന്തിനാ എന്നെ സ്നേഹിക്കാത്ത ഒരാളുടെ പുറകെ പോകുന്നത്? 3 വർഷത്തോളമായി അമ്പിയേട്ടൻ ആ പെൺകുട്ടിയുമായി സ്നേഹത്തിലാണെന്നല്ലേ പറഞ്ഞത്? അന്നൊന്നും അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനല്ലേ വിഡ്ഢി? ഇനിയും വിഡ്ഢിയാവാൻ ഞാനില്ല അച്ഛാ. എനിക്ക് നിങ്ങളൊക്കെ മാത്രം മതി. ഉണ്ണിയച്ഛൻ അന്ന് പറഞ്ഞില്ലേ തൃശ്ശൂർ അച്ഛൻ്റെ അവിടെ എനിക്കൊരു ജോലി റെഡിയാക്കി തരാമെന്ന്. അത് ഇപ്പോഴും നടക്കുമോ? അവൾ പ്രതീക്ഷയോടെ ഉണ്ണിയെ നോക്കി. എന്താ നടക്കായിക? മോൾക്കല്ലേ അന്ന് താല്പര്യമില്ലായിരുന്നത്? ആ ജോലി ഇപ്പോഴും അവിടെയുണ്ട്. അച്ഛൻ വിളിച്ചു പറയാം. അച്ഛനെക്കുറിച്ച് ഓർത്തല്ലേ മോൾക്ക് ടെൻഷനുള്ളത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അച്ഛൻ്റെ കാര്യം നോക്കാൻ. എൻ്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. മോൾക്ക് എവിടെയാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മോള് പോയിക്കോ. അവിടുത്തെ താമസമൊക്കെ എങ്ങനെയാ ഉണ്ണി? അതൊക്കെ ശരിയാക്കണ്ടേ? അതൊക്കെ ഞാൻ നേരത്തെ മോളോട് പറഞ്ഞിട്ടുള്ളതാ. അവിടെ എൻ്റെ തറവാട്ടിൽ തന്നെ മോളെ നിർത്താന്നാ ഞാനന്ന് കരുതിയത്. അവിടെ എൻ്റെ അമ്മയും അച്ഛനും സഹായത്തിന് നിൽക്കുന്നവരുമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മോള് തനിച്ചല്ല, സ്വാതിയും ആമയും ഉണ്ടല്ലോ കൂട്ടിന്. കാർത്തു മനസ്സിലാവാത്തതുപോലെ ഉണ്ണിയെ നോക്കി. അവൾക്ക് പ്രോജക്റ്റ് ചെയ്യാനുള്ള കമ്പനിയും അവിടെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാം. കുറച്ച് ദിവസം നിങ്ങൾക്കൊപ്പം നിന്നിട്ടേ ഞങ്ങൾ വരുന്നുള്ളൂ. കാർത്തു ചെറിയൊരു ചിരിയോടെ ഉണ്ണിയെ നോക്കി. മോനെന്താ ഇവിടെ? അങ്കിൾ എന്താ ഇവിടെ? തൻ്റെ ചോദ്യത്തിലുള്ള ദർശൻ്റെ മറുപടി കേട്ട് മാത്യു ഒന്ന് ചിരിച്ചു. 2 ആഴ്ചത്തേക്കാണ് നിഖിലും ദാസനും ചെന്നൈയിലേക്ക് പോയതെങ്കിലും 4 ആഴ്ചത്തോളം എടുത്തു അവിടുത്തെ അവരുടെ വർക്ക് കംപ്ലീറ്റ് ആവാൻ. ഇന്നവർ തിരിച്ചു വരുന്നത് കൊണ്ട് അവരെ വിളിക്കാനായി വന്നു നിന്നതായിരുന്നു മാത്യു. അപ്പോഴാണ് ദർശനെ അയാൾ കണ്ടത്. ആ, ഇതെന്താ രണ്ടുപേരും കൂടി ഒന്നിച്ച് വന്നേക്കുന്നത്? മാത്യുവിനെയും ദർശനെയും ഒന്നിച്ച് കണ്ട് ഹരിദാസ് ചോദിച്ചു. അങ്കിൾ വരുന്നുണ്ടെന്ന് എനിക്കും ഞാൻ വരുന്നുണ്ടെന്ന് അങ്കിളിനും അറിയില്ലായിരുന്നു. എന്തായാലും രണ്ടുപേരും വന്നത് എന്നെ സ്വീകരിക്കാനല്ലെന്ന് എനിക്കറിയാം. നിഖിലിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദാസൻ പറഞ്ഞു. ദർശനും മാത്യുവും അന്നേരം നിഖിലിനെ തന്നെയാണ് നോക്കിയത്. ചിരിയോടു കൂടിയാണ് അവൻ നിന്നിരുന്നത്. എങ്കിലും പണ്ടത്തെ നിഖിലായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ തമാശകൾ ഈ നേരം കൊണ്ട് പറഞ്ഞേനെ എന്ന് രണ്ടുപേരും ഓർത്തു. കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്യുവും നിഖിലും അവരുടെ വീട്ടിലേക്കും ദർശനും ദാസനും അവരുടെ വീട്ടിലേക്കുമായി തിരിച്ചു. ദേവി എവിടെ? അവൾക്കിപ്പോൾ കോളേജില്ലല്ലോ. വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി എല്ലാവർക്കുമൊപ്പം ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ദേവിയെ ദാസൻ അന്വേഷിച്ചത്. അവളും നിത്യയും കൂടി പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിനായി പോയിരിക്കുകയാണ്. ദാസേട്ടാ, ദേവി കൊണ്ടുവന്ന ആലോചനയുടെ കാര്യം
നമുക്ക് ജാതകങ്ങളൊന്ന് നോക്കിയാലോ? രാധിക ചോദിച്ചു. നിൽക്കടോ, ധൃതി കൂട്ടണ്ട. മോൾക്ക് എന്തോ താല്പര്യക്കുറവ് പോലെ എനിക്ക് തോന്നി. ആദ്യം അവളുടെ എക്സാമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഒന്നുകൂടി അവളോട് സംസാരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ പോരെ? ശരി. അത്ര തൃപ്തിയില്ലെങ്കിലും അവർ സമ്മതിച്ചു കൊടുത്തു. ആ ദർശ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? മിസ്റ്റർ രാമചന്ദ്രൻ, ഒരു റിയൽ എസ്റ്റേറ്റ് ആള്, സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാനും മാത്യുങ്കളും അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സംഭവം കൊള്ളാം, നല്ലതാണ്. സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല, ബിൽഡിങ്ങിൽ വേറെയും ഷോപ്പുകളുണ്ട്. ഇപ്പോഴത്തെ ഓണർ സൂപ്പർ മാർക്കറ്റ് മാത്രമാണ് സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും മിസ്റ്റർ രാമചന്ദ്രനും മകനും നാളെ നമ്മളെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റും? നമുക്ക് അതുപോലെ വല്ലതും ചെയ്താൽ പോരെ? നമ്മൾക്ക് അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ മോനെ? അതച്ചാ, അത് വലിയ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് സിറ്റിക്ക് ഒത്ത നടുക്ക് തന്നെയുള്ള ഒരു ബിൽഡിംഗ് ആണത്. പക്ഷേ ഈ വർക്കുകൾക്കിടയിൽ നമുക്ക് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ആദ്യം ഞാനും അത് ആലോചിച്ചൊന്ന് മടിഞ്ഞതാ. അപ്പോഴാണ് മാത്യു അങ്കിൾ ഒരു സജഷൻ വെച്ചത്. നമ്മുടെ സുഭാഷില്ലേ, ശ്രുതിയുടെ ചേട്ടൻ, ആളോട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ആളൊരു ജോലി നോക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ ആളെക്കൊണ്ട് പറ്റും. നമുക്കാണെങ്കിലും ആത്മാർത്ഥതയോടു കൂടി നിൽക്കുന്ന ഒരാളല്ലേ വേണ്ടത്. അതെന്തായാലും നന്നായി. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. പിറ്റേ ദിവസം തന്നെ രാമചന്ദ്രനും അംബരീഷും ദർശനയും ഹരിദാസിനെയും ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്തു. തികച്ചും ഒഫീഷ്യലായി തന്നെയാണ് അവർ കാര്യങ്ങൾ സംസാരിച്ചത്. ബിൽഡിംഗ് ഓണറെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു വക്കീലിനെ കൂടെ കണ്ട് എല്ലാം ശരിയാക്കിയിട്ടാണ് രാമചന്ദ്രനും അമ്പിയും ദർശനോടും ഹരിദാസിനോടും യാത്ര പറഞ്ഞു പോയത്. അച്ഛൻ്റെയും മകൻ്റെയും പെരുമാറ്റവും സംസാരവും എല്ലാം ദർശനും ഹരിദാസനും ഒരുപാട് ഇഷ്ടമായി. 2 ദിവസം കൂടി കഴിഞ്ഞ് ആമിയും സ്വാതിയും കാർത്തുവും ഉണ്ണികൃഷ്ണനും സുനിതയും തൃശ്ശൂർക്ക് അവരുടെ തറവാട്ട് വീട്ടിലേക്ക് പോയി. ആമിക്കും സ്വാതിക്കും പ്രൊജക്റ്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. 2-3 ദിവസം 3 പേർക്കുമൊപ്പം തങ്ങിയതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണനും സുനിതയും തിരിച്ചു പോന്നത്. പ്രോജക്റ്റിന്റെ തിരക്കും കാർത്തുവിന്റെ പ്രശ്നങ്ങൾക്കുമിടയിൽ ദർശനെ അന്വേഷിക്കുന്ന കാര്യം ആമി മനഃപൂർവ്വം മറന്നു കളഞ്ഞു. പക്ഷേ ഉള്ളിലെ പ്രണയം ആരും അറിയാതെ അവൾ കൊണ്ടു നടന്നു. പിന്നീടുള്ള 4 മാസത്തോളം ദർശനും ഹരിദാസും പുതിയ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾക്കായി നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കിലായിരുന്നു. എല്ലാ കാര്യത്തിനും അമ്പി അവരെ സഹായിച്ചു. അമ്പിയുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ തിരക്കുകൾക്കിടയിലും ദർശൻ ആമിയെ അന്വേഷിച്ച് ആ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് പോയി നോക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും തമ്മിൽ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ അവനും അവൻ്റെ പ്രണയം ഉള്ളിൽ തന്നെ കൊണ്ടു നടന്നു. ദേവിയും എക്സാമിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഹരിദാസ് കർശനമായി പറഞ്ഞിരുന്നത് കൊണ്ട് രാധികയും അവളോട് അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് ആശ്വാസമായി ദേവിക്കും അനുഭവപ്പെട്ടു. റിസൾട്ട് വന്നതിന് ശേഷം വിവാഹക്കാര്യം വീട്ടിൽ സംസാരിക്കാമെന്ന് അമ്പിയും അവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആമിയും സ്വാതിയും പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. എക്സാമിനും പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ട് സബ്മിഷനുമായി എല്ലാം ബാംഗ്ലൂരിലേക്ക് പോയി. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷം ഭാവിച്ച് എല്ലാം സാധാരണമായെന്നതുപോലെ തന്നെ കാർത്തു തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ദർശ, ആ രാമചന്ദ്രനും മകനും നാളെ നമ്മളെ മീറ്റ് ചെയ്യാനായി ഇവിടെ വരുന്നുണ്ട്. ഏത്? ആ സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്ന പ്രോപ്പർട്ടി നമുക്ക് ശരിയാക്കി തന്ന ആ രാമചന്ദ്രനാണോ? അതെ. എന്താ, പുതിയ വല്ല പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാനാണോ? ഒരു തമാശയോടെ ദർശൻ ചോദിച്ചു. ഏയ്, ഇതെന്തോ പേഴ്സണലായിട്ട് നമ്മളോട് സംസാരിക്കാനുണ്ടെന്നാ അയാൾ പറഞ്ഞത്. അപ്പോഴാണ് ദേവിയും നിത്യയും താഴേക്കിറങ്ങി വരുന്നത് അവർ കണ്ടത്. 2 പേരും കൂടി എങ്ങോട്ടേക്കാ? ഇന്ന് ദേവിയുടെ വക ട്രീറ്റാണ് അങ്കിൾ. കോളേജിലെ റാങ്ക് ഹോൾഡർ അല്ലേ ഇവളിപ്പോൾ. റാങ്ക് കിട്ടിയതിൻ്റെ ട്രീറ്റല്ലേ ഒരു വലിയ പാർട്ടിയായി നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയത്. അവളുമാർക്ക് അത് പോരാന്ന് സ്പെഷ്യലായിട്ട് വേറെ കൊടുക്കണമെന്ന്. ഇതിലും ഭേദം നീ റാങ്ക് മേടിക്കാതിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ട്രീറ്റ് കൊടുത്ത് കുടുംബം മുടിയുമല്ലോ. ദേവിയുടെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തിരുന്നു. അവൾക്ക് റാങ്ക് ഉണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണിപ്പോൾ ചിറ്റേടത്ത് കുടുംബം. വലിയൊരു പാർട്ടി തന്നെ അവൾക്കായി ദർശൻ അറേഞ്ച് ചെയ്തിരുന്നു. ഓ എൻ്റെ ദർശേട്ടാ, ഇങ്ങനെ പിശുക്കാതെ. ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. ഞങ്ങൾക്കിതാ ഇച്ചിരിത്തോളം മതി. നിത്യയാണ് ദർശനുള്ള മറുപടി നൽകിയത്. അതെ അതെ, നിന്നെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കൈക്കൂലി വാങ്ങേണ്ടി വരുമെന്നാ നിതിൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞത്. അങ്കിൾ, സങ്കടം ഭാവിച്ചുകൊണ്ട് നിത്യ ഹരിദാസിനെ വിളിച്ചു. ദർശ, വേണ്ട, നിങ്ങൾ പൊയ്ക്കോ മക്കളെ. അവൻ അങ്ങനെയൊക്കെ പറയും. മോൾക്ക് ട്രീറ്റ് കൊടുക്കാൻ പണം വേണ്ടേ? അച്ഛൻ്റെ കാർഡ് എടുത്തോ, റൂമിലുണ്ടാകും. വേണ്ടച്ചാ, ട്രീറ്റിൻ്റെ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഏട്ടൻ രാവിലെ തന്നെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഓഹോ, അപ്പോൾ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടാ നമ്മളെ ആക്കിയത്. ദർശനൊന്ന് ചിരിച്ചു. വൈകണ്ട, അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അവരോട് യാത്ര പറഞ്ഞ് അപ്പോൾ തന്നെ ദേവിയും നിത്യയും അവിടെ നിന്നും പോയി. തൻ്റെ സന്തോഷങ്ങൾ അവസാനിക്കാൻ ഇനി അധിക കാലമില്ലെന്നറിയാതെ ദേവി തൻ്റെ കൂട്ടുകാർക്കും കുടുംബത്തിനുമൊപ്പം ആഘോഷിക്കുകയായിരുന്നു.